വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു കൺസ്യൂമർ, അല്ലെങ്കിൽ ആരാണ് ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഒരു ഇക്കോണമിക്കകത്ത് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, കൺസ്യൂമേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ കൺസ്യൂമേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗുഡ്സും സർവീസസും ഉപയോഗിക്കുന്നത്? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദെയർ വാണ്ട്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗുഡ്സും സർവീസസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് ആ ഗുഡ്സും സർവീസസും യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അപ്പോൾ അത് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, ദാറ്റ് ഈസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് ആൻ ആർട്ടിക്കിൾ ഓർ കമ്മോഡിറ്റി, ദാറ്റ് ഈസ് ദി യൂട്ടിലിറ്റി. മനുഷ്യൻ്റെ ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് നമ്മളെന്ത് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ആണെന്ത്, ഈ പറയുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി, ഒരു വസ്തു, നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ദാഹിച്ചിരിക്കുന്ന സമയത്ത് കുടിച്ചപ്പോൾ എനിക്ക് എന്തുണ്ടായി, എൻ്റെ ദാഹം ശമിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഒരുപാട് സന്തോഷം കിട്ടി. അപ്പോൾ ആ ഒരു വസ്തു, ആ ഒരു വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിന് എൻ്റെ ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുക. അപ്പോൾ യൂട്ടിലിറ്റി സാധാരണയായിട്ട് നമ്മൾ അളക്കാറുള്ളത്, യൂട്ടിലിറ്റിയുടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, യൂട്ടിൽസ് എന്നാണ്. യൂട്ടിൽസ് എന്നുള്ളതാണ് ഇതിൻ്റെ യൂണിറ്റ്, യൂട്ടിലിറ്റി അളക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി യൂട്ടിലിറ്റി ഒരു സബ്ജക്റ്റീവ് ഫാക്ടറാണ്. സബ്ജക്റ്റീവ് ഫാക്ടർ എന്ന് പറയാൻ കാരണം എന്താണ്, ഒരു വസ്തു കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സംതൃപ്തി ആവില്ല മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഞാൻ വിശന്നിരിക്കുന്ന സമയത്ത് ഞാനൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സംതൃപ്തി ലഭിക്കും. അപ്പോൾ എനിക്ക് അതിന് കിട്ടുന്ന യൂട്ടിലിറ്റിയും തന്നെ വളരെ കൂടുതലാണ്. മറ്റൊരാൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബിരിയാണി കഴിക്കുന്ന സമയത്ത് ആൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ആളുകളുടെ നേച്ചർ അനുസരിച്ച്, ഓരോ ആളുകൾക്കും അനുസരിച്ച് എന്ത് വ്യത്യാസപ്പെടുന്നു, യൂട്ടിലിറ്റി വ്യത്യാസപ്പെടുന്നു. അപ്പോൾ യൂട്ടിലിറ്റി സബ്ജക്റ്റീവായിട്ടുള്ളൊരു ഫാക്ടറാണ്, അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി യൂട്ടിലിറ്റി നമ്മൾ രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി, രണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി. ഈ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഖ്യാരൂപത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ യൂട്ടിലിറ്റി അളക്കാൻ കഴിയുമെങ്കിൽ അതിനെ പറയുന്ന പേരാണത് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സംഖ്യാരൂപത്തിൽ അളക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു, ഞാൻ ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് എനിക്കതിൽ നിന്നും 10 യൂട്ടിലിറ്റി കിട്ടി, അല്ലെങ്കിൽ 10 യൂട്ടിൽസ് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കാർഡിനൽ യൂട്ടിലിറ്റിയാണ്. സംഖ്യാരൂപത്തിൽ നമുക്ക് യൂട്ടിലിറ്റി അളന്ന് കണക്കാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു വസ്തുവിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ കഴിയില്ല, സംഖ്യാരൂപത്തിൽ അളന്ന് കണക്കാക്കാൻ കഴിയില്ല. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാനേ കഴിയുകയുള്ളൂ, അത് റാങ്ക് ചെയ്യാനേ കഴിയുകയുള്ളൂ. എനിക്ക് ഈ പറയുന്ന ആദ്യത്തെ, ഞാൻ വിശന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദാഹിച്ചിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് നല്ല സംതൃപ്തി കിട്ടി. എനിക്കതിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി സംഖ്യാരൂപത്തിൽ പറയാൻ കഴിയില്ല, എനിക്ക് നല്ല സംതൃപ്തി കിട്ടിയിരുന്നു. രണ്ട്, ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ അതിന് കിട്ടിയ സംതൃപ്തി ഇത്രയാണ്, അല്ലേ, നമുക്ക് അതിന് സെക്കൻഡ് റാങ്കാണ്, തേർഡ് റാങ്കാണ്, അല്ല. അപ്പോൾ അങ്ങനെ റാങ്ക് ചെയ്യാനേ സാധിക്കുള്ളൂ. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് യൂട്ടിലിറ്റി എത്രയാണെന്ന് സംഖ്യാരൂപത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്, ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് യൂട്ടിലിറ്റിയാണ്, കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. മറ്റു നമ്മൾ നോക്കുന്ന യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റാണ് ടോട്ടൽ യൂട്ടിലിറ്റി, ആവറേജ് യൂട്ടിലിറ്റി ആൻഡ് മാർജിൻ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി, ആവറേജ് യൂട്ടിലിറ്റി, മാർജിൻ യൂട്ടിലിറ്റി. അപ്പോൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്മോഡിറ്റീൻ്റെ സെർട്ടൈൻ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എന്താ പറയുക, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം, അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അതിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിച്ചു, ഞാൻ അങ്ങനെ 5 ഗ്ലാസ് വെള്ളമാണ് കുടിച്ചിരിക്കുന്നതെങ്കിൽ ആ 5 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ ടോട്ടൽ സംതൃപ്തിയെ നമ്മൾ പറയുന്ന പേരെന്താണ്, ആ ടോട്ടൽ യൂട്ടിലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ യൂട്ടിലിറ്റി, അഥവാ TU എന്നാണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കുക. TU മീൻസ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി സെക്കൻഡ് വൺ ഈസ് ആവറേജ് യൂട്ടിലിറ്റി.
അതായത് ഞാൻ പറഞ്ഞു 5 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റിയാണ് TU എന്ന് പറയുന്നത്. ഇനി ആവറേജ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാലോ, ആവറേജ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ AU എന്ന് പറയും. ആവറേജ് യൂട്ടിലിറ്റി എന്നാൽ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ എക്സ്, അതായത് നമ്മൾ എത്ര യൂണിറ്റ് ആണോ കൺസ്യൂം ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്മൾ എത്ര യൂണിറ്റ് ആണോ കൺസ്യൂം ചെയ്ത് അത്ര യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് യൂട്ടിലിറ്റി. അതായത് ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മിനിമം യൂട്ടിലിറ്റിയാണ് നമ്മൾ എന്ത് പറയാം, യൂട്ടിലിറ്റി പെർ യൂണിറ്റ് ഓഫ് കൺസംഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ആവറേജ് യൂട്ടിലിറ്റി. നെക്സ്റ്റ് മാർജിൻ യൂട്ടിലിറ്റിയാണ്. മാർജിൻ യൂട്ടിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ MU എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. MU, മാർജിൻ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ TU ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. വാട്ട് ഈസ് ഡെൽറ്റ TU? ഇറ്റ് ഈസ് ദി change in total utility as a result of the change in number of units consumed. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ടോട്ടൽ യൂട്ടിലിറ്റിയോട് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ട ആ ഒരു യൂട്ടിലിറ്റിയെ നമ്മൾ എന്താ പറയുക, മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഞാൻ കൺസ്യൂം ചെയ്ത സമയത്ത് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് യൂട്ടിലിറ്റി എത്രയാണ്, 10 യൂട്ടിലിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ 10 യൂട്ടിൽസാണ് എനിക്ക് അന്ന് കിട്ടിയിരിക്കുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് ഞാൻ രണ്ടാമത് ഒരു ഗ്ലാസ് കൂടി വെള്ളം കുടിക്കുന്നു, എനിക്കത് ആ സമയത്ത് എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി എത്രയാണ്, 15 ആണ്, 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 10ഉം 15 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 5 ആണ്. സോ ദിസ് ഈസ് ദി മാർജിനൽ യൂട്ടിലിറ്റി. ദിസ് ഈസ് ദി മാർജിനൽ യൂട്ടിലിറ്റി. അതായത് ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്ത സമയത്ത് എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി, രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടിയ എത്രയാണ്, 15 യൂട്ടിലിറ്റി കിട്ടി, അല്ലെങ്കിൽ യൂട്ടിൽസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റിയോട് കൂടി അല്ലെ അഡീഷണൽ ആയിട്ട് ഞാനൊരു യൂണിറ്റ് കൺസ്യൂം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റിയോട് കൂടി എത്ര യൂട്ടിലിറ്റിയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്, 5 ആണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. സോ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കോൺസെപ്റ്റ് കൂടിയുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു ബേസിക് കോൺസെപ്റ്റാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത് എത്രയേ ഉള്ളൂ. ഞാൻ കോൺസെപ്റ്റ് മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിൽ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റിയിൽ പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരുപാട് യൂണിറ്റ് കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു, മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അവിടെ ഇതിൽ കാണിക്കുന്നത്. ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി, നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരുപാട് യൂണിറ്റ് കൺസ്യൂം ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റീസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ടോട്ടൽ യൂട്ടിലിറ്റി മേ ബി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ കുടിക്കുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 14 ആണ് സങ്കല്പിക്കുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 10, 15 നമുക്ക് നെക്സ്റ്റ് ഇവിടെ 14 അല്ല, നമുക്ക് 18 കൊടുക്കാം, 18 കൊടുക്കും. അപ്പോൾ എന്താണ് ഇവിടെ ആദ്യം എത്ര യൂട്ടിലിറ്റിയാണ് കൂട്ടിച്ചേർത്തത്, രണ്ടാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോൾ ആദ്യം 0ൽ നിന്ന് 1ലേക്ക് വന്നപ്പോൾ 10 യൂട്ടിലിറ്റി കിട്ടി. ഇനി 1ൽ നിന്ന് 2ലേക്ക് വന്നപ്പോഴോ 15 എന്ന് പറഞ്ഞാൽ 5 ആണ് ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇനി 15ൽ നിന്ന് 18 എത്ര കൂട്ടിച്ചേർക്കപ്പെട്ടത്, 3 ആണ് അല്ലേ. അപ്പോൾ ആദ്യം 10 കൂട്ടിച്ചേർക്കപ്പെട്ടു, പിന്നെ 5, പിന്നെ 3, അങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം, പക്ഷേ മാർജിൻ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നു. അതാണ് ഇതിലൂടെ പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഒരു പീക്ക് ലെവലെത്തി കഴിഞ്ഞാൽ അല്ലേ, ഞാൻ പറഞ്ഞ ഒരു 10 ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ വയറ് നിറയും അല്ലേ. വീണ്ടും നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിലോ ഇറ്റ് വിൽ ക്രിയേറ്റ് ഡിസ്യൂട്ടിലിറ്റി, നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി നമ്മൾ ഈ ഒരു യൂട്ടിലിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻഡിഫറൻസ് കർവ് അഥവാ IC കർവ് എന്ന് പറയും. ഇൻഡിഫറൻസ് കർവ് അഥവാ IC കർവ് എന്ന് പറയും. അപ്പോൾ IC കർവ് പറയുന്നതിന് മുമ്പ് നമ്മൾ 1-2 ചെറിയ ബേസിക് കോൺസെപ്റ്റുകൾ കൂടി പറയുന്നുണ്ട്. ഒന്ന് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കമ്മോഡിറ്റീസ് ഉണ്ട് സങ്കല്പിക്കുക, X കമ്മോഡിറ്റി ആൻഡ് Y കമ്മോഡിറ്റി. ഈ X കമ്മോഡിറ്റിയുടെയും Y കമ്മോഡിറ്റിയുടെയും സെർട്ടൻ കോമ്പിനേഷൻസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ X കമ്മോഡിറ്റിയുടെ 6 യൂണിറ്റ് ഞാൻ പർച്ചേസ് ചെയ്തു, Y കമ്മോഡിറ്റിയുടെ 3 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്താണ്, ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്, അതെ നമ്മളെന്താ പറയുക,
കൺസംഷൻ ബണ്ടിൽസ് എന്ന് പറയുന്നത്, കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്. ഇനി നമ്മളിതിലേക്ക് വരുന്നു, ഇൻഡിഫറൻസ് കർവിലേക്ക് വരുന്നു. ഇൻഡിഫറൻസ് കർവിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഐസോ യൂട്ടിലിറ്റി കർവ്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വെറും ഇൻഡിഫറൻസ് കർവ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ഐസോ യൂട്ടിലിറ്റി കർവ് എന്നുള്ള ഒരു ടെർമിനോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് എഴുതാൻ കഴിയാതെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് പേരും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ്, ഇൻഡിഫറൻസ് കർവിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, ഐസോ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഡിഫറൻസ് കർവ് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് that a consumer, it is the locus of combination of two goods that yields same level of satisfaction or same level of utility to the consumer. അപ്പോൾ കൺസ്യൂമറിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് വസ്തുക്കളുടെ ഏതാനും ചില അളവുകളുടെ ഒരു കോമ്പിനേഷൻസിനെ കാണിക്കുന്ന കർവാണ് എന്ത്, ഇൻഡിഫറൻസ് കർവ്. നിങ്ങൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം, ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കുക. ഈ ഡയഗ്രത്തിൽ നമ്മൾ എക്സ് ആക്സിസിൽ കമ്മോഡിറ്റി എക്സ് ആണ് മെഷർ ചെയ്തിരിക്കുന്നത്, കമ്മോഡിറ്റി എക്സ്. വൈ ആക്സിസിലോ കമ്മോഡിറ്റി വൈ. അപ്പോൾ രണ്ട് വസ്തുക്കളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്, കമ്മോഡിറ്റി എക്സ് ആൻഡ് കമ്മോഡിറ്റി വൈ. ഇനി ഇവിടെ നമ്മൾ ഒരു കർവ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എ എന്നുള്ള പോയിൻ്റ്, ബി, സി, ഡി, അല്ലേ, ഇങ്ങനെ 4 പോയിൻറ്റ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ എ എന്നുള്ള പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താ കാണിക്കുന്നത്, എ എന്നുള്ള പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ഇത്രയും ലെവൽ എക്സ് വാങ്ങിക്കുന്നു, കൂടുതൽ വൈ വാങ്ങിക്കുന്നു. ബി എന്നുള്ള എടുത്തു കഴിഞ്ഞാലോ ഇവിടെ ബിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും അയാൾ കുറച്ച് എക്സ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, കൂടുതലായിട്ട് ഏതാ വാങ്ങിക്കുന്നത്, വൈ ആണ് വാങ്ങിക്കുന്നത്. സി എന്നുള്ള പോയിന്റിലേക്ക് വരുമ്പോഴോ ഏറെക്കുറെ തുല്യമായിട്ട് എക്സും വൈയും ഏറെക്കുറെ തുല്യമായിട്ട് വാങ്ങിക്കുന്നു. ഇവിടെ അടുത്ത പോയിന്റിലേക്ക് വന്നാൽ ഡി എന്നുള്ള പോയിന്റിൽ വന്നു കഴിഞ്ഞാലോ അദ്ദേഹം കൂടുതൽ എക്സ് പർച്ചേസ് ചെയ്യുന്നു, വൈ വളരെ കുറച്ച് മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ അദ്ദേഹം എ എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ബി എന്നുള്ള, സി എന്നുള്ള, ഡി എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ എന്താണ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് കമ്മോഡിറ്റി ഇത്ര ഉണ്ടാവും, വൈ കമ്മോഡിറ്റി, എക്സിൻ്റെയും വൈൻ്റെയും ചില കോമ്പിനേഷൻസ് ആണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൽ എ എടുത്തു കഴിഞ്ഞാലും ബി എടുത്തു കഴിഞ്ഞാലും സി എടുത്തു കഴിഞ്ഞാലും ഡി എടുത്തു കഴിഞ്ഞാലും എന്താണ്, അദ്ദേഹത്തിന് തുല്യ സംതൃപ്തിയാണ്. അപ്പോൾ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹം ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അയാൾ ഇൻഡിഫറൻ്റ് ആണ്, അയാൾക്ക് തുല്യ സംതൃപ്തിയാണ് നൽകുന്നത്. ഫോർ എക്സാമ്പിൾ എ എന്നുള്ള കോമ്പിനേഷനിൽ 5 ഓറഞ്ചും 4 ആപ്പിളുമാണ് സങ്കല്പിക്കുക, 5 ഓറഞ്ചും 4 ആപ്പിൾ. അപ്പോൾ അയാൾക്ക് ഓക്കെയാണ്. അടുത്തലേക്ക് വരുമ്പോൾ പിന്നെ ബി എന്നുള്ള പോയിന്റിലാണെങ്കിൽ ചിലപ്പോൾ 4 ഓറഞ്ച് 4 ആപ്പിൾ, അങ്ങനെയാണെങ്കിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആണ്, അയാൾ ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിൻ്റകത്ത് ഈ ഇൻഡിഫറൻസ് കർവിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ എക്സ് കമ്മോഡിറ്റി ഉണ്ടാവും, വൈ കമ്മോഡിറ്റി ഉണ്ടാവും. അതിലെന്തായിരിക്കും അദ്ദേഹത്തിന് ഇതിൽ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ, ഏതെടുത്താലും ഒരുപോലെ, എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, ഇത് കൂടുതലാണെങ്കിൽ ഇത് നല്ലതാണ്, അത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമില്ല, എന്താണ്, എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവിലെ ഓരോ പോയിന്റുകളും എന്താണ് കാണിക്കുന്നത്, ഓരോ പോയിന്റുകളും കാണിക്കുന്നത് കൺസ്യൂമറിന് തുല്യ യൂട്ടിലിറ്റി നൽകുന്ന, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ചില പോയിന്റുകളെ കാണിക്കുന്ന ഒരു കർവിനെയാണ് എന്ത് പറയുക, നമ്മൾ ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുക. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ എന്ത് വരാൻ കാരണം, ഐസോ യൂട്ടിലിറ്റി. ഐസോ മീൻസ് ഈക്വൽ, സോ ഈക്വൽ യൂട്ടിലിറ്റി, തുല്യ സംതൃപ്തി നൽകുന്ന ഒരു കർവ്. ഇതിനകത്ത് ഒരുപാട് കൺസംഷൻ ബണ്ടിൽസ് ഉണ്ട്. ഏത് കൺസംഷൻ ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആണ്, അയാൾ തുല്യ സംതൃപ്തി, ഏത് പോയിന്റ് എടുത്താലും അയാൾക്ക് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്താണ്, അത് ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഇൻഡിഫറൻസ് കർവ്. അല്ലെ, ഇവിടെ കമ്മോഡിറ്റി എക്സ് മെഷർ ചെയ്യും, ഇവിടെ കമ്മോഡിറ്റി വൈ മെഷർ ചെയ്യും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നതാണ് ഇൻഡിഫറൻസ് കർവ്സ് ആർ നെഗറ്റീവ്ലി സ്ലോപ്ഡ്. പറയുമ്പോൾ നെഗറ്റീവ്ലി സ്ലോപ്ഡ്, മുകളിൽ നിന്നും താഴേക്ക് ചെരിഞ്ഞാണ് എന്തിരിക്കുന്നത്, ഇൻഡിഫറൻസ് കർവ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കർവിൽ നോക്കുക എന്താണ്, ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, മുകളിൽ നിന്നും താഴത്തേക്ക് ഇടത്തു നിന്നും വലത്തേക്ക് ചെരിഞ്ഞ രീതിയിലാണ് ഈ ഒരു കർവ് കാണപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഇൻഡിഫറൻസ് കർവ്, ദേ ആർ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡിഫറൻസ് കർവ് കനോട്ട് ക്രോസ് ഓർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഒരിക്കലും ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവുകൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇങ്ങനെ കൂട്ടിമുട്ടില്ല. ദിസ് വിൽ നോട്ട് ഹാപ്പൻ. എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഇൻഡിഫറൻസ് കർവുകൾ പാരലൽ ആയിരിക്കും. ദേ ആർ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇപ്പോൾ ഒരു ഇൻഡിഫറൻസ് കർവ് ഇതാണെങ്കിൽ, ഇത് IC1 ആണെങ്കിൽ അടുത്തെന്തായിരിക്കും IC2. ഒരിക്കലും ഇത് തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടാവില്ല. കാരണം
ഓരോ ലെവൽ അല്ലെങ്കിൽ ഓരോ ഇൻഡിഫറൻസ് കർവും നൽകുന്ന എന്താണ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. എന്താണ് ഹയർ ഇൻഡിഫറൻസ് കർവ്സ് ക്യാൻ ഗീവ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ. ഇവിടെ ഈ ഇൻഡിഫറൻസ് കർവിൽ എന്താണ് അയാൾക്ക് കിട്ടുന്ന സംതൃപ്തിയേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു ഈ ഒരു പോയിന്റിൽ കിട്ടുന്നു. കാരണം ഈ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് ഇല്ലേ കുറച്ച് എക്സും കുറച്ച് വൈ മാത്രമേ കിട്ടുന്നുള്ളൂ. അടുത്ത് ഇവിടേക്ക് വരുമ്പോഴോ അയാൾക്ക് കൂടുതൽ എക്സും കൂടുതൽ വൈയും ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കൺസ്യൂമർ എല്ലായ്പ്പോഴും എന്താണ് ശ്രമിക്കുക ഉയർന്ന ഇൻഡിഫറൻസ് കർവിലേക്ക് വരാനാണ് ശ്രമിക്കുക. കാരണം ഉയർന്ന ഇൻഡിഫറൻസ് കർവ് അയാൾക്ക് എന്ത് നൽകുന്നു ഉയർന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. So, indifference curve, higher indifference curve can give higher levels of satisfaction to the consumer. Then fourth one, indifference curves are convex to the origin. Convex to the origin. നമുക്ക് രണ്ട് ഷേപ്പുകളുണ്ട്, ഒന്ന് കോൺവെക്സ് മറ്റൊന്ന് കോൺകേവ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക കോൺവെക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയാണ് എന്താ പറയുക കോൺവെക്സ് എന്ന് പറയുന്നത്. കോൺകേവ് എന്തായിരിക്കും നേരെ ഓപ്പോസിറ്റ്. ദിസ് ഈസ് കോൺകേവ് ആൻഡ് ദിസ് ഇസ് കോൺവെക്സ്. ഇതിനെയാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആൻഡ് ദിസ് ഇസ് കോൺകേവ് ടു ദി ഒറിജിൻ. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്താണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് നാലാമത്തത്. അഞ്ചാമത്തെ ഇൻഡിഫറൻസ് കർവ്സ് ആർ എവറിവെയർ ഡെൻസ്. ഇതിൽ ഏതൊരു ഇൻഡിഫറൻസ് കർവ് ഡെൻസ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ എന്തുണ്ട് ഒരു എക്സ് കമ്മോഡിറ്റീൻ്റെ കോമ്പിനേഷനും വൈ കമ്മോഡിറ്റീൻ്റെ കോമ്പിനേഷൻസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഞ്ചാമത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നതാണ് ഇൻഡിഫറൻസ് കർവ്സ് ആർ എവറിവെയർ ഡെൻസ്. ഏതൊരു പോയിന്റ് ഇൻഡിഫറൻസ് കർവിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കമ്മോഡിറ്റിയുടെയും വൈ കമ്മോഡിറ്റിയുടെയും അളവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത് അത് നെഗറ്റീവ്ലി സ്ലോപ്പ്ഡാണ്. ഒരിക്കലും രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ എന്ത് ചെയ്യില്ല കൂട്ടിമുട്ടില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. മൂന്നാമത് പറയുന്നത് എന്താണ് ഹയർ ലെവൽസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ക്യാൻ ഗിവ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. 4 ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. ആൻഡ് 5 ഇൻഡിഫറൻസ് കർവിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ എക്സ് കമ്മോഡിറ്റീൻ്റെ അളവുകളും വൈ കമ്മോഡിറ്റീൻ്റെ അളവുകളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു ഇതിന് വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി ഓർ ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദി കൺസംഷൻ. സോ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണ് കൺസ്യൂമറുടെ കയ്യിൽ എത്രത്തോളം ഇൻകം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൺസ്യൂമറുടെ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ കയ്യിൽ എത്രത്തോളം ഇൻകം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എത്രത്തോളം കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഇൻകം മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് പ്രൈസസ് ആൻഡ് ഇൻകം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഒരു കൺസ്യൂമർ എത്രത്തോളം കമ്മോഡിറ്റി വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അയാൾ രണ്ട് കാര്യം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക എത്രത്തോളം വാങ്ങിക്കണം തീരുമാനിക്കുക. ഒന്ന് അയാളുടെ കയ്യിൽ എത്രത്തോളം ഇൻകം ഉണ്ട്, മറ്റൊന്ന് ഈ കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ വില എത്രത്തോളമാണ് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എത്രത്തോളം കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ പ്രൈസ് ആൻഡ് ഇൻകം ആർ ദി ഡിറ്റർമിനൻറ്റ്സ് ഓഫ് കൺസംഷൻ തീരുമാനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന് കൺസ്യൂമറുടെ ഇൻകം, രണ്ട് പ്രൈസസ് ഓഫ് ദി കമ്മോഡിറ്റി. അപ്പോൾ ഇവിടെ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുന്ന കമ്മോഡിറ്റിയുടെ മാക്സിമം അളവ് എന്ന് പറയുന്നത് എന്താണ് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന് ഈക്വലൻ്റ് ആയിരിക്കണം, ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിൽ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 100 രൂപയാണ് ഇൻകം ആയിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് പരമാവധി വാങ്ങിക്കാൻ കഴിയുന്ന എത്രയാണ് 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ഇനി അല്ല എങ്കിലോ അയാൾക്ക് അതിൽ കുറഞ്ഞത് മാത്രമേ പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. 90 രൂപയ്ക്ക് വാങ്ങിക്കാം, 80 രൂപയ്ക്ക് വാങ്ങിക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻകത്തിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺസ്യൂം ചെയ്യാൻ സാധിക്കില്ല. സോ അദ്ദേഹത്തിന് പരമാവധി എത്രയാണ് പർച്ചേസ് ചെയ്യാൻ കഴിയുക, ഒന്നെങ്കിൽ ഈക്വൽ ടു ഹിസ് ഇൻകം ഓർ ലെസ് ദാൻ ഹിസ് ഇൻകം. സോ അങ്ങനെയാണ് ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുക കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്യൂമർ ഏത് കമ്മോഡിറ്റിയാണ് അല്ലെങ്കിൽ ഏത് സർവീസസ് ആണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഇൻകം, മറ്റൊന്ന് പ്രൈസ്. അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറിന് പരമാവധി വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ അളവ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിലോ ഇൻകത്തിൻ്റെ ലെസ് ദാൻ ഇൻകത്തിനേക്കാൾ കുറഞ്ഞ അളവിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കുന്ന ഈ ബഡ്ജറ്റ് ലൈനുമായി അല്ലെങ്കിൽ പറയുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റുകളാണ്. ഒന്ന് ബഡ്ജറ്റ് സെറ്റ്, മറ്റൊന്ന് ബഡ്ജറ്റ് ലൈൻ. ആദ്യം നമുക്ക് ബഡ്ജറ്റ് സെറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഈ പറയുന്ന ബണ്ടിൽസ് എന്താണ്, കൺസംഷൻ ബണ്ടിൽസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. കൺസംഷൻ ബണ്ടിൽസിൽ രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട്. കമ്മോഡിറ്റീസിൻ്റെ ഏതാനും ചില അളവുകളെ കാണിക്കുന്ന ഒരു കോമ്പിനേഷൻസിനാണ് എന്താ പറയുക
കൺസംഷൻ ബണ്ടിൽസ് എന്ന് പറയുക. അതായത് ഒരു കൺസ്യൂമറുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള 2 കമ്മോഡിറ്റീസിൻ്റെ അളവുകൾ കാണിക്കുന്ന ഒരു കോമ്പിനേഷൻസിനാണെന്ന് പറയുക നമ്മൾ ബണ്ടിൽസ് എന്ന് പറയാം. കൺസ്യൂമേഴ്സിന് ഇവിടെ XY അതുപോലെ തന്നെ AB ഇങ്ങനെ ഒരുപാട് ബണ്ടിൽസുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ X1 Y1 ഇങ്ങനെയുള്ള ഒരുപാട് ബണ്ടിൽസുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? 2 കമ്മോഡിറ്റീസിൻ്റെയും വ്യത്യസ്ത അളവുകളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അദ്ദേഹത്തിന് ഇന്ന് ചൂസ് ചെയ്യാം. പക്ഷേ ചൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുക. ഇപ്പോൾ നോക്കുക, ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 100 റുപ്പീസാണ് അയാളുടെ വരുമാനം സങ്കല്പിക്കുക. ഈ കോമ്പിനേഷൻ പർച്ചേസ് ചെയ്യാൻ 110 രൂപയാവും. ഈ കോമ്പിനേഷൻ പർച്ചേസ് ചെയ്യാൻ എന്താണ് 102 രൂപയാവും. ഈ കോമ്പിനേഷൻ പർച്ചേസ് ചെയ്യാൻ എന്താ പറയുക 90 റുപ്പീസേ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല ഈ 2 കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ബഡ്ജറ്റിനകത്ത് ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൻ്റെ ആ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഏതാനും 2 കമ്മോഡിറ്റീസിൻ്റെ അളവുകളെ കാണിക്കുന്ന കോമ്പിനേഷൻസിനെയാണ് അല്ലെങ്കിൽ കൺസംഷൻ ബണ്ടിൽസിനെയാണ് നമ്മൾ എന്താ പറയുക? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ബഡ്ജറ്റ് ലൈനാണ്, അല്ലെങ്കിൽ നമ്മളിതിനെ പറയും ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയും. ബഡ്ജറ്റ് ലൈൻ ഓർ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരാളുടെ കയ്യിലുള്ള ഇൻകം എത്രയാണ്, മാക്സിമം ഇൻകം എത്രയാണ്, അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ദിസ് ഈസ് കോൾഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ദാറ്റ് ഈസ് P1x1 plus P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. P1 മീൻസ് പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് കമ്മോഡിറ്റി, X1 മീൻസ് ക്വാണ്ടിറ്റി ഓഫ് ദി ഫസ്റ്റ് കമ്മോഡിറ്റി. അപ്പോൾ ആദ്യത്തെ കമ്മോഡിറ്റീൻ്റെ വില എത്രയാണ്, അത് എത്ര യൂണിറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കമ്മോഡിറ്റിയുടെ വില എത്രയാണ്, അത് എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു. അതെന്തായിരിക്കണം? അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ആയിരിക്കണം. M എന്താണ്? അദ്ദേഹത്തിൻ്റെ വരുമാനം. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? M എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ കേസിൽ 100 രൂപയാണ് അയാളുടെ വരുമാനമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കമ്മോഡിറ്റിൻ്റെ വില 10 രൂപയാണ്, നമ്മളത് 5 യൂണിറ്റ് വാങ്ങുന്നു. അപ്പോൾ എത്രയും 10 × 5 50 ആയി. രണ്ടാമത്തെ കമ്മോഡിറ്റീൻ്റെ വില 8 രൂപയാണ്, അത് നമ്മൾ 5 യൂണിറ്റാണ് വാങ്ങുന്നത്. അപ്പോൾ എത്രയും 10 × 5 50 പ്ലസ് 8 × 5 40. ഇതെന്താണ്? ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അദ്ദേഹത്തിൻ്റെ ഇൻകം എത്ര? 100 രൂപയ്ക്ക് കുറവായിരിക്കണം, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിരിക്കണം. ഇതെന്താണ്? അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ബണ്ടിൽസാണ്. അല്ല, 50 + 40 എന്തായിരിക്കണം? അത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇൻകത്തിനേക്കാൾ കുറവായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്, അതുപോലെ തന്നെ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതുപോലെ തന്നെ അതിൻ്റെ കമ്മോഡിറ്റിൻ്റെ പ്രൈസസ് എത്രയാണോ ഇതിനനുസരിച്ചിട്ടാണ് ഒരാൾ എത്രത്തോളം കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇതിനാണ് നമ്മളെന്ത് പറയാം? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം. മുൻ വർഷങ്ങളിൽ ചോദ്യപേപ്പറിൽ ഇതുണ്ടായിരുന്നു. എന്താണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. P1x1 plus P2x2 is equal to M എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ നോക്കിക്കേ, ഇതിനെ എക്സ് ഇൻറ്റർസെപ്റ്റ് എന്ന് പറയും. കാരണം ഇത് ഈ ഒരു എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന കാരണം നമ്മൾ എക്സ് ഇൻറ്റർസെപ്റ്റ് എന്ന് പറയും. ഇവിടെ വൈ ആക്സിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈ ഇൻറ്റർസെപ്റ്റ് എന്ന് പറയും. എക്സ് ഇൻറ്റർസെപ്റ്റ് ആൻഡ് വൈ ഇൻറ്റർസെപ്റ്റ്. അതായത് ഇവിടെ കാണിക്കുന്ന ഇത്രയേ ഉള്ളൂ, അയാളുടെ ഇൻകം മുഴുവനായിട്ട് ഇവിടെ മാംഗോസ് ആണ്. വൈ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പരമാവധി ഇത്ര കമ്മോഡിറ്റി മാംഗോസ് പർച്ചേസ് ചെയ്യാം. അതേസമയം സീറോ ബനാനാസേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഇൻകം അദ്ദേഹം ബനാന പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും യൂണിറ്റ് എന്ത് ചെയ്യാൻ കഴിയും? ബനാന പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതേസമയത്ത് 0 മാംഗോസ് ആണ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ഇവിടെ എക്സ് ഇൻറ്റർസെപ്റ്റും ഉണ്ട്, വൈ ഇൻറ്റർസെപ്റ്റും ഉണ്ട്. ദെൻ ഇതിനകത്തൊരു സ്ലോപ്പ് ഉണ്ട്. ഈ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പിനെ ഇക്കണോമിക് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട്. ERS, ഇക്കണോമിക് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാറുണ്ട് ഈ പറയുന്ന ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പിന്. ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് നിങ്ങൾ നോക്കി വയ്ക്കാം. ഇങ്ങനെ തന്നിട്ട് ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണ്, അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ് ഇൻറ്റർസെപ്റ്റ് ഏതാണ്, വൈ ഇൻറ്റർസെപ്റ്റ് ഏതാണ്, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണിത്, ഈ ഒരു ബഡ്ജറ്റ് ലൈൻ അഥവാ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബഡ്ജറ്റ് ലൈനും ബഡ്ജറ്റ് സെറ്റും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ് കാണുന്നു. എപ്പോഴാണ് ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിലെത്തുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. വേരിയബിൾസ് റെസ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണത് ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പരമാവധി സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക,
കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് തീരുമാനിക്കുക? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉള്ളൂ, അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കോമ്പിനേഷൻസിനെ കാണിക്കുന്നുണ്ട്, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസും അല്ലാത്ത കോമ്പിനേഷൻസും ബഡ്ജറ്റ് സെറ്റുകളും എല്ലാം ഉണ്ട്. ഇനി ഇതിൽ നിന്നും അദ്ദേഹം ഏത് കോമ്പിനേഷൻസാണ് പർച്ചേസ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഒരു കൺസ്യൂമറിന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കൺസംഷൻ ബണ്ടിൽസ് ഉണ്ട്. ആ കൺസംഷൻ ബണ്ടിൽ നിന്നും കൺസ്യൂമർ എന്ത് ചെയ്യണം? ഒരു ബണ്ടിൽ മാത്രം തിരഞ്ഞെടുക്കണം. ആ ബണ്ടിൽ എന്തായിരിക്കണം? അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന ബണ്ടിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് സെറ്റിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യണം? ഒരു ബണ്ടിൽ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റാഷണൽ കൺസ്യൂമർ, ഞാൻ പറഞ്ഞു യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു കൺസ്യൂമർ എന്താ ചെയ്യുള്ളൂ? അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി പരമാവധി ആക്കാനേ ശ്രമിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി എന്ത് ചെയ്യണം? പരമാവധിയാക്കണം. അങ്ങനെ പരമാവധിയാക്കുന്ന രീതിയിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇൻകം സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ പോയിൻ്റ് ഏതാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ബഡ്ജറ്റ് ലൈന് ഇൻഡിഫറൻസ് കർവിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ എന്താണ്? ഇൻഡിഫറൻസ് കർവും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും ടച്ച് ചെയ്യുന്ന, ടാൻജൻ ചെയ്യുന്ന പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയും. അഥവാ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പോൾ ആ പോയിന്റ് ഏതാണെന്ന് നോക്കാം. സോ ഇവിടെ ദിസ് ഈസ് ദി ബഡ്ജറ്റ് ലൈൻ. ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റ് ലൈൻ നമ്മുടെ ഇൻഡിഫറൻസ് കർവ്, ഇതൊക്കെ ഇൻഡിഫറൻസ് കർവാണ്. ദിസ് ഈസ് IC1, ദിസ് ഈസ് IC2, IC3 അല്ലേ? ഇത് ലോവർ ഇൻഡിഫറൻസ് കർവാണ് IC1 എന്ന് പറയുന്നത്. IC1 എന്ന് ലോവസ്റ്റ് ഇൻഡിഫറൻസ് കർവാണ്. IC2 അതിനേക്കാൾ ഹയർ ഇൻഡിഫറൻസ് കർവാണ്. IC3യോ ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവാണ്. പക്ഷേ ഈ ഹയർ ലെവൽസ് ഓഫ് ഇൻഡിഫറൻസ് കർവിലെ ഒരു പോയിൻറ്റും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഒരു പോയിന്റിലെയും കോമ്പിനേഷൻസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കൺസംഷൻ ബണ്ടിൽസ് ആർക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല? കൺസ്യൂമറിന് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇൻകം ഇത്രയേ ഉള്ളൂ. ഇതിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇൻഡിഫറൻസ് കർവ് കിടക്കുന്നത്. ഇനി താഴത്തെ ഇൻഡിഫറൻസ് കർവ് നോക്കിക്കഴിഞ്ഞാലോ, ഇതിനകത്ത് ഒരുപാട് പോയിന്റ് ഉണ്ട്. ഇത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, പക്ഷേ അയാൾ പർച്ചേസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ലോവർ ഇൻഡിഫറൻസ് കർവ് ചൂസ് ചെയ്യില്ല. കാരണം ലോവസ്റ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് യൂട്ടിലിറ്റി അല്ല അദ്ദേഹത്തിന് വേണ്ടത്, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും ഹയർ ലെവൽസ് ഓഫ് യൂട്ടിലിറ്റിയാണ് വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുള്ളൂ? ഇതിനേക്കാൾ ഉയർന്ന ഒരു ഇൻഡിഫറൻസ് കർവേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഏതാണ്? ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ലൈനും ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവും ടാൻജൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുന്നത്. ആ കൺസ്യൂം ചെയ്യുന്നത് ഏതൊക്കെയാണ്? X1 സ്റ്റാർ, X2 സ്റ്റാർ എമൗണ്ട്, X1 സ്റ്റാർ എമൗണ്ട് ഓഫ് X കമ്മോഡിറ്റിയും X2 സ്റ്റാർ എമൗണ്ട് ഓഫ് Y കമ്മോഡിറ്റിയും അദ്ദേഹം പർച്ചേസ് ചെയ്യും. കാരണം ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അദ്ദേഹത്തിന് പരമാവധി സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ബണ്ടിൽസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്.